നമസ്കാരം, CTV ന്യൂസിലേക്ക് സ്വാഗതം. ആദ്യം പ്രധാന വാർത്തകൾ. ഇന്നത്തെ പ്രധാന വാർത്തകൾ നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് ലാലീസ് ഹൈപ്പർ മാർക്കറ്റ്, ലാലീസ് മാൾ, പട്ടിക്കാട് സെന്റർ, തൃശൂർ. മുക്കാട്ടുകര ഗവൺമെന്റ് LP സ്കൂൾ ശതാബ്ദി ആഘോഷങ്ങളുടെ ഉദ്ഘാടനം റവന്യൂ മന്ത്രി K. രാജൻ നിർവഹിച്ചു. ചാലക്കുടി ഉപജില്ലാ വിദ്യാഭ്യാസ ഓഫീസ് സമുച്ചയം മന്ത്രി K. രാജൻ ഉദ്ഘാടനം ചെയ്തു. ഫലപ്രദമായ അധ്യാപനം തന്നെയാണ് പ്രബോധനമെന്ന് പാണക്കാട് സയ്യിദ് ഹമീദ് അലി ശിഹാബ് തങ്ങൾ. തൃക്കൂർ പഞ്ചായത്ത് 10ാം വാർഡിലെ ആയുഷ്മാൻ ആരോഗ്യ മന്ദിരം MLA K. രാമചന്ദ്രൻ ഉദ്ഘാടനം ചെയ്തു. വിശദമായ വാർത്തകളിലേക്ക്. മുക്കാട്ടുകര ഗവൺമെന്റ് LP സ്കൂൾ ശതാബ്ദി ആഘോഷങ്ങളുടെ ഉദ്ഘാടനവും അനുമോദനവും റവന്യൂ മന്ത്രി K. രാജൻ നിർവഹിച്ചു. മേയർ M. K. വർഗീസ് അധ്യക്ഷനായി. 2023-24 LSS വിജയികൾക്ക് മുൻ ഹെഡ് മിസ്റ്റേഴ്സ് ED ടെസി, മുൻ അധ്യാപിക OV ഉഷ എന്നിവർ സ്പോൺസർ ചെയ്ത ഗോൾഡ് കോയിൻ സമ്മാനിച്ചു. ലോഗോ പ്രകാശനം P. ബാലചന്ദ്രൻ MLAയും എൻഡോമെന്റ് വിതരണം ഡെപ്യൂട്ടി മേയർ ML റോസിയും നിർവഹിച്ചു. മേളകളിലെ വിജയികൾക്കുള്ള സമ്മാനദാനം ജയപ്രകാശ് പൂവത്തിങ്കൽ നിർവഹിച്ചു. ക്ലാസ് ടോപ്പേഴ്സിനുള്ള സമ്മാനങ്ങൾ കൌൺസിലർ ശ്യാമള മുരളീധരൻ നിർവഹിച്ചു. കൌൺസിലർമാരായ സുബി സുകുമാരൻ, ഷീബ ജോയ്, അനീസ് മുഹമ്മദ്, ബീന മുരളി, രേഷ്മ ഹേമേജ് തുടങ്ങിയവർ സംസാരിച്ചു. ഹെഡ് മിസ്റ്റേഴ്സ് PV വനജ സ്വാഗതവും ഫെൻസി K. ജോർജ് നന്ദിയും അറിയിച്ചു. അത്ലറ്റിക് മീറ്റിൽ സിൽവർ മെഡൽ ജേതാവായ നമ്മുടെ വീട്ടിൽ 200 മീറ്റർ ഓട്ടം, 400 മീറ്റർ ഹഡിൽസ്, 400 മീറ്റർ. വീട്ടിലെ കൂലിപ്പണിക്ക് പോയിട്ടുള്ളവന്റെ അവസാനത്തെ ചില്ലിയും മേടിച്ചെടുക്കുന്ന സ്കൂളുകളിൽ അവതരിപ്പിക്കുന്ന പരിപാടികളെക്കാൾ, ഞങ്ങൾ എത്രയോ സ്കൂളുകളിൽ പോകുന്നതാണ്, അവതരിപ്പിക്കുന്ന പരിപാടികളെക്കാൾ LP സ്കൂളിൽ നമ്മുടെ മക്കൾ അവതരിപ്പിച്ച പരിപാടിക്ക് തുലനം ചെയ്യാൻ സമീപകാലത്തൊരു പരിപാടി ഉണ്ടായിട്ടില്ല എന്ന് പറയാൻ ഒരു മടിയില്ല. ഞാൻ 3 കൊച്ചു മക്കളോട് ചോദിച്ചു എങ്ങനെ ഇത് പഠിച്ചു. അപ്പോൾ അവർ വളരെ വിനയത്തോടു കൂടി പറഞ്ഞു മാഷ് പഠിപ്പിച്ചത്. എന്തായാലും വളരെ ഗംഭീരമായി ആ പരിപാടി ഇവിടെ അവതരിപ്പിച്ചു. അതുകൊണ്ട് ഇനി തുടങ്ങാൻ പോകുന്ന പരിപാടികളെല്ലാം അതിഗംഭീരമാകും എന്ന് ഞങ്ങൾ വിചാരിക്കുന്നു. സർക്കാരിൻ്റെ നയം അതാണ്. സർക്കാരിൻ്റെ നയം എന്ന് പറയുമ്പോൾ ഞാൻ ഏതെങ്കിലും രാഷ്ട്രീയം എന്ന അർത്ഥത്തിലല്ല. കോർപ്പറേഷൻ ആൻഡ് സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻമാർ രാഷ്ട്രീയത്തിനതീതമായി നാട്ടിലൊരു വികസനം ഉണ്ടാകുമ്പോൾ വികസനത്തിൻ്റെ കാര്യത്തിൽ ഒറ്റ മുഖത്തോടെ ഒറ്റ മനസ്സോടെ നിൽക്കുന്ന സമീപനമാണ് നമുക്ക് എല്ലാവർക്കും. കേരളത്തിലെ പൊതുവിദ്യാഭ്യാസ സംരക്ഷണ യജ്ഞം, ഇപ്പോൾ വിദ്യാകിരണമായി മാറിയിട്ടുള്ള പൊതുവിദ്യാഭ്യാസ സംരക്ഷണ യജ്ഞത്തിൻ്റെ അന്തസത്ത മനുഷ്യരായ മക്കളെ സൃഷ്ടിക്കുക എന്നുള്ളതാണ്. LP സ്കൂളിൽ പഠിപ്പിക്കുന്ന അധ്യാപകരെക്കാൾ ത്യാഗം അനുഭവിക്കേണ്ടി വരുന്ന ഒരു അധ്യാപകരും ലോകത്തില്ല. പ്രത്യേകിച്ച് പ്രീ പ്രൈമറിയിലും പ്രൈമറിയിലും നടന്നു വരുന്നും ഒക്കത്തിരുന്നും ഒക്കെ ആയിട്ടുള്ള കുട്ടികളെ കൊണ്ട് നമ്മുടെ രക്ഷകർത്താക്കൾ അവരെ ഏൽപ്പിക്കുമ്പോൾ കയ്യും കാലും മൂക്കും വയറും ചുണ്ടും ഒക്കെയുള്ള മക്കളെയാണ് ഏൽപ്പിക്കുന്നതെങ്കിലും സത്യത്തിൽ അവരെ ഏൽപ്പിക്കുന്നത് ഒരു പൊതി കളിമണ്ണാണ്. ഈ കളിമണ്ണ് കൊണ്ട് തന്നെ കരവിരുതിനാൽ ഉണ്ണിയേശുവിനെ നമുക്ക് ഉണ്ടാക്കാം. ഈ കളിമണ്ണ് തന്നെ വെള്ളം തേച്ച് വീണ്ടും പഴയ ഉണ്ടയാക്കിയാൽ അതിൽ നിന്ന് തന്നെ യൂദാസിനെയും നമുക്ക് ഉണ്ടാക്കാം. ചാലക്കുടി ഉപജില്ലാ വിദ്യാഭ്യാസ ഓഫീസ് സമുച്ചയം ഉദ്ഘാടനം നിർവഹിച്ചു.
റവന്യൂ ഭവന നിർമ്മാണ വകുപ്പ് മന്ത്രി അഡ്വക്കേറ്റ് കെ രാജൻ ഉദ്ഘാടനം ചെയ്തു. സംസ്ഥാന പൊതുവിദ്യാഭ്യാസ വകുപ്പിന്റെ പ്ലാൻ ഫണ്ടിൽ നിന്ന് 2,20,00,000 രൂപ ചെലവഴിച്ച് അത്യാധുനിക സൗകര്യങ്ങളോടെയാണ് നിർമ്മാണം. വിദ്യാഭ്യാസ മന്ത്രി വി ശിവൻകുട്ടി ഓൺലൈനായി ആശംസ അറിയിച്ചു. അധ്യാപകരെ പുതിയ കാലത്തിലേക്ക് പരിവർത്തനം ചെയ്യാൻ കഴിയുന്ന വിധം ആശയപ്രകടനങ്ങളുടെ കേന്ദ്രമായി മാറണമെന്ന് റവന്യൂ മന്ത്രി പറഞ്ഞു. കഠിന പ്രയത്നത്തിലൂടെ തൃശൂർ ജില്ലയ്ക്ക് സംസ്ഥാന സർക്കാരിന്റെ സ്വർണ്ണക്കപ്പ് ഏറ്റുവാങ്ങാൻ അവസരമൊരുക്കിയ വിദ്യാർത്ഥികളെയും അധ്യാപകരെയും ഒരിക്കൽ കൂടി അഭിനന്ദിച്ചു. ജില്ലാ പഞ്ചായത്തിന്റെ നേതൃത്വത്തിൽ മാർച്ച് 29-ന് ഇവരെ ആദരിക്കും. ചാലക്കുടി MLA സനീഷ് കുമാർ ജോസഫ് അധ്യക്ഷനായി. പുതുക്കാട് നിയോജക മണ്ഡലം MLA KK രാമചന്ദ്രൻ, ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് VS പ്രിൻസ് എന്നിവർ മുഖ്യാതിഥികളായി. ചാലക്കുടി മുനിസിപ്പാലിറ്റി ചെയർമാൻ ഷിബു വാലപ്പൻ, വിദ്യാഭ്യാസ ഉപഡയറക്ടർ AK അജിതകുമാരി, DEO T ശൈല, AEO PB നിഷ, നഗരസഭാ പ്രതിപക്ഷ നേതാവ് തുടങ്ങി സാംസ്കാരിക രാഷ്ട്രീയ നേതാക്കളും അധ്യാപകരും അനധ്യാപകരും പങ്കെടുത്തു. ഫലപ്രദമായ അധ്യാപനം തന്നെയാണ് പ്രബോധനമെന്ന് പാണക്കാട് സയ്യിദ് ഹമീദ് അലി ശിഹാബ് തങ്ങൾ. ധാരാളം അറിവിനേക്കാൾ ഉത്തമമാണ് കുറഞ്ഞ സമയത്തെ അധ്യാപനമെന്നും അധ്യാപകനാവുക എന്നത് എല്ലാവരെയും തേടിയെത്തുന്ന സൗഭാഗ്യമല്ലെന്നും അദ്ദേഹം പറഞ്ഞു. സമൂഹത്തിനും വ്യക്തിക്കും അറിവ് പകർന്നു കൊടുക്കുന്ന സിദ്ധി ചുരുക്കം ചിലർക്ക് മാത്രം ലഭിക്കുന്ന അനുഗ്രഹമാണെന്നും അദ്ദേഹം പറഞ്ഞു. ഖത്തർ പ്രവാസി കൂട്ടായ്മയുടെ സഹകരണത്തോടെ മുള്ളൂർക്കര റേഞ്ചിലെ മഹല്ല് മദ്രസകളിൽ സേവനം ചെയ്യുന്ന 150 പേർക്കുള്ള 11ാമത് റിലീഫ് വിതരണവും മജ്ലിസുന്നൂർ ആത്മീയ സംഗമവും അദ്ദേഹം ഉദ്ഘാടനം ചെയ്തു. ശനിയാഴ്ച രാവിലെ കാഞ്ഞിരശ്ശേരി അൽ മദ്രസത്തുൽ ബദ്രയിൽ വെച്ച് നടന്ന സംഗമത്തിൽ റിലീഫ് കമ്മിറ്റി മുഖ്യ രക്ഷാധികാരി സയ്യിദ് MP കുഞ്ഞിക്കോയ തങ്ങൾ അധ്യക്ഷനായി. മുള്ളൂർക്കര റേഞ്ച് റിലീഫ് കമ്മിറ്റി ചെയർമാൻ AK ഇസ്മയിൽ അൽ ഹസനയുടെ നേതൃത്വത്തിൽ കാഞ്ഞിരശ്ശേരി മഖാം ഷെരീഫ് സിയാറത്തിനു ശേഷം ആരംഭിച്ച മജ്ലിസുന്നൂർ ആത്മീയ സംഗമത്തിന് മുള്ളൂർക്കര റേഞ്ച് പ്രസിഡന്റ് A അഷ്റഫ് ദാരിമി നേതൃത്വം നൽകി. മുഹമ്മദ് സ്വാലിഹ് അൻവരി ചേകന്നൂർ മുഖ്യപ്രഭാഷണം നിർവഹിച്ചു. ജമയുത്തുൽ മുല്ലമീൻ മുദ്രിബ് അബ്ദുൾ ഹക്കീം ബാഗവി, തൃശൂർ ജില്ലാ ഓഡിറ്റർ CA സുലൈമാൻ മുസ്ലിയാർ, ഷാഹുൽ ഹമീദ് അൽ ഖാസിമി, അബ്ദുൾ ജബ്ബാർ ഫൈസി, BAM അജ്മൽ ബാഗവി, TH ഉമർ ദാരിമി, MM സിദ്ദിഖ് മൗലവി, KS മുഹമ്മദ് തുടങ്ങിയവർ പങ്കെടുത്തു. ഖത്തർ പ്രവാസി കോർഡിനേറ്റർ KM അലി താജ് മൻസിൽ മുള്ളൂർക്കര സ്വാഗതവും റിലീഫ് കമ്മിറ്റി ജനറൽ കൺവീനർ KA ഹംസക്കുട്ടി മൗലവി നന്ദിയും രേഖപ്പെടുത്തി. പണ്ഡിതന്മാരെ, മാന്യങ്ങളെ, നല്ലവരായ സഹോദരങ്ങൾ, നമ്മുടെ ചൂടൽ സ്വാധീനപരമായ അള്ളാഹു നമ്മിൽ സ്വീകരിക്കട്ടെ. നമ്മുടെ ഹലാലുദ്ദേശങ്ങളും അള്ളാഹു ചെയ്യട്ടെ. നാം ഒരുമിച്ചുകൂടിയ പോലെ നാളെ അള്ളാഹുവിൻ്റെ നമ്മേവരെയും അള്ളാഹുവിനെ ഒരുമിച്ച് കൂട്ടുകയും ചെയ്യട്ടെ എന്നാദ്യമായി പ്രാർത്ഥിക്കുക. ഖത്തർ പ്രവാസി കൂട്ടായ്മയുടെ സംഘടനത്തോട് മുള്ളൂർക്കര റേഞ്ച് 14 റമദാൻ റിലീഫ് വിതരണ ആത്മീയ സംഗമത്തിലാണ് നമ്മൾ ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്നത്. കഴിഞ്ഞ 10 വർഷമായി ഖത്തർ പ്രവാസി കൂട്ടായ്മയുടെ സംഘടനത്തോടെ മുഴുവൻ ഇന്ത്യയിലെ മുഴുവൻ മാന്യങ്ങൾക്കും പറ്റുന്ന ആളുകൾ പ്രവർത്തിക്കുന്നത് ശുദ്ധ റമദാനിൻ്റെ ഭാഗമായിക്കൊണ്ട് മുൻകൂടിയായിക്കൊണ്ട് ഇതിനെ റമദാൻ വിതരണം നടത്തുന്നതാണ്. ഓരോ അലി സാഹിബിൻ്റെ നിസ്വാർത്ഥമായ ആ പ്രവർത്തനവും കൂട്ടായ്മയുമാണ് ഖത്തറിലുള്ള പ്രവാസികളുടെ സഹകരണത്തിലൂടെയാണ് ഈ പ്രവർത്തനം ഇവിടെ വളരെ ഭംഗിയായി നടത്താൻ സാധിക്കുന്നത്. ഈ വർഷം 400ഓളം മാന്യങ്ങൾക്കാണ് റിലീഫ് വിതരണം നൽകുന്നത്. ഏറ്റവും അനുഗ്രഹീതമായ പ്രവർത്തനമാണ് റിലീഫ് പ്രവർത്തനം എന്നുള്ളത് നമുക്കറിയാം. പ്രയാസപ്പെടുന്ന ആളുകളെ ചേർത്ത് പിടിക്കാൻ, അവർക്ക് വേണ്ടി സഹായം നൽകാൻ കഴിയുക എന്നുള്ളത് ഏറ്റവും വലിയ ലക്ഷ്യമാണ്. അള്ളാഹു നൽകുന്ന അനുഗ്രഹമായ സമ്പത്തിനെ അള്ളാഹുവിൻ്റെ മാർഗത്തിൽ ചെലവഴിക്കുക എന്നുള്ളത് ഏറ്റവും വലിയ അനുഗ്രഹമാണ്. അത് സമൂഹത്തിൽ ഏറ്റവും അനിവാര്യമായിട്ടുള്ള ഇസ്ലാമിക വിജ്ഞാന പ്രസരണ രംഗത്ത് പ്രവർത്തിക്കുന്ന മാന്യങ്ങൾക്ക് കൂടിയാകുമ്പോൾ അതിൻ്റെ പ്രസക്തി വർദ്ധിക്കുകയാണ്. തൃക്കൂർ പഞ്ചായത്തിൽ 10ാം വാർഡിൽ ആരംഭിക്കുന്ന ആയുഷ്മാൻ ആരോഗ്യ മന്ദിറിന്റെ നിർമ്മാണ ഉദ്ഘാടനം KK രാമചന്ദ്രൻ MLA നിർവഹിച്ചു.
തൃക്കൂർ പഞ്ചായത്ത് പ്രസിഡന്റ് സുന്ദരി മോഹൻദാസ് അധ്യക്ഷത വഹിച്ചു. ജില്ലാ പഞ്ചായത്ത് അംഗം ജോസഫ് ടാജറ്റ് മുഖ്യാതിഥിയായി. പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ഹേമലത സുകുമാരൻ, ബ്ലോക്ക് പഞ്ചായത്ത് അംഗം പോൾസൺ തെക്കുംപീടിക, ക്ഷേമകാര്യ സ്ഥിരം സമിതി അധ്യക്ഷ മേരിക്കുട്ടി വർഗീസ്, പഞ്ചായത്ത് അംഗങ്ങളായ സൈമൺ നമ്പാടൻ, മേഴ്സിസ് കറിയ, മെഡിക്കൽ ഓഫീസർ ഡോക്ടർ സുംഷ എന്നിവർ പ്രസംഗിച്ചു. തിരുവനന്തപുരം സർക്കാർ മെഡിക്കൽ കോളേജിൽ മൈക്രോബയോളജി വിഭാഗത്തിന് കീഴിൽ VRDL ഇൻഫ്ലുവൻസ് പ്രൊജക്ടിൽ പ്രോജക്ട് ടെക്നിക്കൽ സപ്പോർട്ട് തസ്തികയിലെ ഒരു ഒഴിവിലേക്ക് കരാറടിസ്ഥാനത്തിൽ അപേക്ഷ ക്ഷണിക്കുന്നു. മൈക്രോബയോളജി വൈറോളജി സ്പെഷ്യലൈസേഷനോടുകൂടി ലൈഫ് സയൻസ് ബിരുദവും 3 വർഷത്തെ പ്രവൃത്തി പരിചയവും ഉണ്ടെങ്കിൽ അപേക്ഷിക്കാവുന്നതാണ്. ജനനതീയതി, വിദ്യാഭ്യാസ യോഗ്യത, പ്രവൃത്തി പരിചയം, മേൽവിലാസം തെളിയിക്കുന്ന സാക്ഷ്യപ്പെടുത്തിയ പകർപ്പുകൾ മാർച്ച് 1 രാവിലെ 11 മണിക്ക് തിരുവനന്തപുരം മെഡിക്കൽ കോളേജ് പ്രിൻസിപ്പലിന് മുൻപാകെയാണ് ഹാജരാകേണ്ടത്. ഇടവേള. മെഡിപ്ലസ് ഡയഗ്നോസ്റ്റിക്സ്, an ISO ക്വാളിറ്റി സ്പെസിഫൈഡ് ഡയഗ്നോസ്റ്റിക് സെന്റർ. മണ്ണുത്തിയിൽ ആദ്യമായി ഡിജിറ്റൽ എക്സ്റേ, അൾട്രാസൗണ്ട് ആൻഡ് കളർ ഡോപ്ലർ സ്കാനിംഗ്, മോഡുലാർ ലബോറട്ടറി, ECG ആൻഡ് ഡോക്ടേഴ്സ് കൺസൾട്ടേഷൻ. ഇപ്പോൾ ഇവയെല്ലാം ഒരു കുടക്കീഴിൽ. വിദഗ്ധരായ ടെക്നീഷ്യന്മാരുടെ നേതൃത്വത്തിൽ അന്താരാഷ്ട്ര നിലവാരമുള്ള അതിനൂതന ടെക്നോളജിയുടെ ഫുള്ളി ഓട്ടോമാറ്റിക് അനലൈസറുകളുടെ സഹായത്താൽ കൃത്യതയാർന്ന പരിശോധനാ ഫലങ്ങൾ. റാൻഡോക്സ് QC UK, ക്രിസ്ത്യൻ മെഡിക്കൽ കോളേജ് വെല്ലൂർ എന്നീ ഗുണമേന്മ പരിശോധനയുടെ അംഗീകാരം. ഹോം കണക്ഷൻ, സ്പെഷ്യൽ ഡിസ്കൗണ്ടുകളോടുകൂടിയ ഹെൽത്ത് പാക്കേജുകൾ എന്നീ സേവനങ്ങളും ലഭ്യമാണ്. ഓർത്തോപീഡിക് സർജൻ തിങ്കൾ വ്യാഴം ദിവസങ്ങളിൽ വൈകുന്നേരം 5 മണി മുതലും ENT സ്പെഷ്യലിസ്റ്റ് ബുധൻ വെള്ളി ദിവസങ്ങളിൽ വൈകുന്നേരം 5 മണി മുതലും സേവനമനുഷ്ഠിക്കുന്നതാണ്. സ്കാനിങ്ങിനും ഡോക്ടർമാരുടെയും ബുക്കിംഗിനുമായി കോൺടാക്ട് മെഡിപ്ലസ് ഡയഗ്നോസ്റ്റിക്സ്, സുവർണ ബസാർ, മണ്ണുത്തി. ഫോൺ 0487237237 മൊബൈൽ 7902272374. സേവന രംഗത്ത് 25 കൊല്ലമായി മണ്ണുത്തിയിൽ പ്രവർത്തിക്കുന്ന തട്ടിൽ ഫിനാൻസ് എന്ന സ്ഥാപനം 25ാം വയസ്സ് ആഘോഷിക്കുന്ന വേളയിൽ കാളത്തോട് സ്വന്തം ബിൽഡിംഗിൽ പ്രവർത്തനം ആരംഭിച്ചിരിക്കുന്നു. 1 ഗ്രാം സ്വർണത്തിന് കൂടുതൽ പണം, പലിശ നിന്ന ദിവസത്തേക്ക് മാത്രം, 5 മിനിറ്റിനുള്ളിൽ ലോൺ, 25 വർഷത്തെ പാരമ്പര്യം. നിങ്ങൾ തരുന്ന സ്വർണത്തിന് കൂടുതൽ പണം. തട്ടിൽ ഫിനാൻസ്, തട്ടിൽ ആർക്കേഡ്, കാളത്തോട്. ഹെഡ് ഓഫീസ് തട്ടിൽ ഫിനാൻസ്, കൽപ്പക കോംപ്ലക്സ്, മണ്ണുത്തി. 35 വർഷത്തെ പ്രവൃത്തി പരിചയമുള്ള മണ്ണുത്തിയിലെ ഏക സ്ഥാപനം രചന ലബോറട്ടറി. ഫുള്ളി കമ്പ്യൂട്ടറൈസ്ഡ് ISO സർട്ടിഫൈഡ് ലബോറട്ടറി. ഹെമറ്റോളജി, ബയോകെമിസ്ട്രി, ഇലക്ട്രോലൈറ്റ്സ്, ഹോർമോൺസ്, സെറോളജി, ക്ലിനിക്കൽ പാത്തോളജി, ECG. ഫുള്ളി ഓട്ടോമാറ്റിക് മെഷീനറികളുടെ സഹായത്താൽ ഉത്തരവാദിത്വത്തോടുകൂടി റിസൾട്ടുകൾ പേഷ്യൻസിന് ലഭ്യമാക്കുന്നു. ഒറ്റ ഫോൺ കോളിൽ ഹോം സർവീസ്. വിദഗ്ധരായ ടെക്നീഷ്യന്മാരുടെ സേവനം. എല്ലാ ദിവസവും രാവിലെ 7 മുതൽ വൈകിട്ട് 7 വരെയും ഞായറാഴ്ചകളിൽ രാവിലെ 7 മുതൽ ഉച്ചയ്ക്ക് 1 മണി വരെയും തുറന്നു പ്രവർത്തിക്കുന്നു. രചന ലബോറട്ടറി, NH റോഡ്, മണ്ണുത്തി. an ISO സർട്ടിഫൈഡ് ലബോറട്ടറി. ഉറങ്ങനില്ല, ഏത് നേരം ഈ പാവം പിടിച്ചോണ്ടിരിപ്പാ. കുട്ടി പറയൂ, എന്താണ് യഥാർത്ഥ പ്രശ്നം? ഒന്നുമില്ല. യു ഹാവ് എനി സോർട്ട് ഓഫ് ഡിപ്രഷൻ, പ്രണയ നൈരാശ്യം? മൂട്ടയൊന്നുമില്ല, പക്ഷെ കിടക്കാം. ഇത് ഏത് മെഡിസിൻ? മെഡിസിൻ അല്ല, റോയൽ ബെഡ് ഹൗസ്. ബെസ്റ്റ് റോയൽ ബെഡ് ഹൗസ്, ഷൊർണൂർ റോഡ്, തൃശൂർ. കഥ കേൾക്കാൻ റെഡിയായിട്ടായിരുന്നു അച്ചു വന്നത്. കുനുകുനയുള്ള കുഞ്ഞക്ഷരങ്ങൾ, ഒരു രക്ഷയുമില്ല. പണ്ടുള്ളവർ പറയുന്നത് പോലെ കണ്ണങ്ങട് പിടിക്കുന്നില്ല. വിഷമിച്ചാണ് പോയതെങ്കിലും അമ്മയ്ക്ക് വായിക്കാൻ പാകത്തിന് വലിയ അക്ഷരങ്ങളിൽ കണ്ണിന്റെ എല്ലാ പ്രശ്നങ്ങൾക്കുമുള്ള പരിഹാരവുമായാണ് എന്റെ കുഞ്ഞ് കൺസൾട്ടന്റ് എത്തിയത് കേട്ടോ. യെസ്, തൃശൂർ മണ്ണുത്തിയിലുള്ള ഡോക്ടർ ആശാസ് അമൃത ഐ ക്ലിനിക്. കണ്ണ് സംബന്ധിച്ച എല്ലാ വിഷമതകൾക്കും കംപ്ലീറ്റ് സൊല്യൂഷൻ ഇവിടെയുണ്ട്. അത്യാധുനിക സംവിധാനങ്ങൾ ഉപയോഗിച്ചുള്ള നേത്ര ചികിത്സയ്ക്ക് ശേഷം കണ്ണിൽ വന്ന മാറ്റം എനിക്ക് കുറച്ചൊന്നുമല്ല ആത്മവിശ്വാസം നൽകിയത്. ഇനിയും 100 കഥകൾ വായിച്ചു കൊടുക്കാൻ പ്രാപ്തമായ മിഴികളാക്കി തിരിച്ചു തന്നത് ഡോക്ടർ ആശയാണ്. കാഴ്ചയാണ് ഭാഗ്യം. ഡോക്ടർ ആശാസ് അമൃത ഐ ക്ലിനിക്, മണ്ണുത്തി, തൃശൂർ. വാർത്തകൾ തുടരുന്നു. നാഷണൽ ആയുഷ് മിഷൻ തിരുവനന്തപുരം ജില്ലയിൽ നടപ്പിലാക്കി വരുന്ന പദ്ധതികളിലേക്ക് മൾട്ടിപർപ്പസ് വർക്കർ തസ്തികയിലേക്ക് മാർച്ച് 11 രാവിലെ 10 മണിക്ക് DPMSU നാഷണൽ ആയുഷ് മിഷൻ 5ാം നില ആരോഗ്യഭവൻ ബിൽഡിംഗിൽ വെച്ച് വാക്ക് ഇൻ ഇന്റർവ്യൂ നടത്തുന്നു. വിദ്യാഭ്യാസ യോഗ്യത, പ്രായം തെളിയിക്കുന്ന സർട്ടിഫിക്കറ്റുകളുടെ സ്വയം സാക്ഷ്യപ്പെടുത്തിയ പകർപ്പുകൾ സഹിതം
തിരുവനന്തപുരം ആയുർവേദ കോളേജിന് സമീപം ആരോഗ്യഭവൻ ബിൽഡിംഗിൽ പ്രവർത്തിക്കുന്ന ജില്ലാ പ്രോഗ്രാം മാനേജറുടെ ഓഫീസിൽ നേരിട്ടോ തപാൽ മുഖേനയോ അപേക്ഷിക്കുക. സംസ്ഥാന ബജറ്റിലെ ജനദ്രോഹ നിർദ്ദേശങ്ങൾക്കും ഭൂനികുതി 50% വർദ്ധിപ്പിച്ചതിനുമെതിരെ KPCCയുടെ ആഹ്വാനപ്രകാരം ഒല്ലൂർ മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ പ്രതിഷേധം സംഘടിപ്പിച്ചു. ഒല്ലൂർ എടക്കുന്നി വില്ലേജ് ഓഫീസിന് മുൻപിൽ നടത്തിയ പ്രതിഷേധ ധർണ DCC ജനറൽ സെക്രട്ടറി ജെയ്ജു സെബാസ്റ്റ്യൻ ഉദ്ഘാടനം ചെയ്തു. കോൺഗ്രസ് ഒല്ലൂർ മണ്ഡലം പ്രസിഡന്റ് ഡേവിസ് ചക്കാലക്കൽ അധ്യക്ഷനായി. ബ്ലോക്ക് പ്രസിഡന്റ് റിസൻ വർഗീസ് മുഖ്യപ്രഭാഷണം നടത്തി. സനോജ് കാട്ടുകാരൻ, EV സുനിൽ രാജ്, നിമ്മി റപ്പായി, ഫ്രാങ്കോ തൃക്കുകാരൻ, ശശി പോട്ടയിൽ, ഷാജു ഫ്രാൻസിസ്, CM രാമചന്ദ്രൻ, CK ഡേവിസ് എന്നിവർ സംസാരിച്ചു. പ്രതിഷേധ പ്രകടനത്തിനും ധർണയിലും ബ്ലോക്ക് മണ്ഡലം ഭാരവാഹികൾ, ബൂത്ത് പ്രസിഡന്റുമാർ, പോഷക സംഘടനാ ഭാരവാഹികൾ ഉൾപ്പെടെ നിരവധി പേർ പങ്കെടുത്തു. അവിടെ കച്ചവടം നടത്തുന്ന വ്യാപാരികളെയും ചെറുകിട കച്ചവടക്കാരെയും ഒക്കെ തെരുവിലിറക്കിക്കൊണ്ട് ഒരു വികസനം നടത്താൻ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് അനുവദിക്കില്ല എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയം വേണ്ട. അവർക്ക് പുനരധിവാസം നൽകിക്കൊണ്ട് ഇവിടുത്തെ കോർപ്പറേഷൻ അടക്കമുള്ള ഭരണാധികാരികൾ അവരെ സംരക്ഷിച്ചുകൊണ്ടുള്ള ഒരു വികസനം നടത്തണം എന്നാണ് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് പറയുന്നത്. നിരവധി മേഖലകളിലുള്ള പ്രശ്നങ്ങൾ ഈ രാജ്യത്തുണ്ട്. സമസ്ത മേഖലയിലും തികഞ്ഞ പരാജയമായ പിണറായി വിജയൻ സർക്കാരിനെതിരെ നമ്മൾ നടത്തുന്ന ധാർമ്മികമായ സമരമാണ് ഇപ്പോൾ ഇവിടെ ഒല്ലൂരിലെ എടക്കുന്നി വില്ലേജ് ഓഫീസിന് മുന്നിൽ നമ്മൾ നടത്തിക്കൊണ്ടിരിക്കുന്നത്. നമുക്കറിയാം, കഴിഞ്ഞ കാലഘട്ടങ്ങളിൽ നമ്മൾ ദുരിതാശ്വാസ നിധിയിൽ നിന്നുള്ള ചെക്കുകൾ ഈ വില്ലേജ് ഓഫീസിൽ ഒഡപെക് വഴി വിദേശത്തേക്ക് പോകാൻ ഏവിയേഷനിൽ ഹെവി ബസ് ഡ്രൈവർമാരുടെ ഒഴിവിലേക്ക് നിയമനം നടക്കുന്നു. 100 ഒഴിവുകൾ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. 10ാം ക്ലാസ് യോഗ്യത ഉള്ളവർക്ക് അപേക്ഷിക്കാം. പുരുഷന്മാർക്കാണ് അവസരം. പ്രായപരിധി 25നും 40 വയസ്സിനും ഇടയ്ക്കാണ്. ഇംഗ്ലീഷ് പരിജ്ഞാനം ലെവൽ 2 ഉണ്ടായിരിക്കണം. UAE അല്ലെങ്കിൽ GCC ഹെവി ബസ് ഡ്രൈവിംഗ് ലൈസൻസ് ഉണ്ടായിരിക്കണം. ശാരീരികമായി ഫിറ്റായിരിക്കണം. ശരീരത്തിന് പുറത്ത് ദൃശ്യമാകുന്ന തരത്തിൽ ടാറ്റു പാടില്ല. തിരഞ്ഞെടുക്കപ്പെടുന്നവർക്ക് 2700 ദിർഹം ശമ്പളമായി ലഭിക്കും. സൗജന്യ താമസം, യാത്രാ സൗകര്യമുണ്ട്. ഹാജർ അലവൻസായി 100 ദിർഹം അധികമായി ലഭിക്കും. CV, പാസ്പോർട്ട്, ലൈസൻസ് കോപ്പി എന്നിവ സഹിതം അപേക്ഷിക്കാവുന്നതാണ്. recruitment@odepec.in എന്ന മെയിൽ ID-യിലേക്കാണ് അപേക്ഷ അയക്കേണ്ടത്. സമേതം തൃശൂർ ജില്ലാ പഞ്ചായത്തിന്റെ സമഗ്ര വിദ്യാഭ്യാസ പരിപാടിയുടെ ഭാഗമായി താണിക്കുടം UP സ്കൂളിൽ നടക്കുന്ന ലിറ്റിൽ തിയേറ്റർ ജില്ലാ പഞ്ചായത്ത് അംഗം PS വിനയൻ ചിത്രം വരച്ച് ഉദ്ഘാടനം ചെയ്തു. വാർഡ് മെമ്പർ മിഥുൻ തീയത്തുപറമ്പിൽ അധ്യക്ഷതയായി. VS ഗിരീശൻ മാസ്റ്റർ, ME രാജൻ എന്നിവർ സംസാരിച്ചു. ജയലക്ഷ്മി ടീച്ചർ സ്വാഗതവും സുരേഷ് നന്ദിയും അറിയിച്ചു. 3 വർഷം നീണ്ടു നിൽക്കുന്ന പദ്ധതിയിൽ താണിക്കുടം UP സ്കൂളിലെ 5, 6 ക്ലാസുകളിലെ 32 കുട്ടികൾ പങ്കെടുക്കുന്നു. തൃശൂർ രംഗചേതനയുടെയും താണിക്കുടം ഗ്രാമീണ വായനശാലയുടെയും സംഘടന സഹകരണത്തോടെയാണ് പദ്ധതി നിർവഹണം. ക്യാമ്പ് ഡയറക്ടറായി നാടക പ്രവർത്തകൻ KV ഗണേഷും കോർഡിനേറ്ററായി PG സജീഷും പ്രവർത്തിക്കുന്നുണ്ട്. സമേതം ലിറ്റിൽ തിയേറ്റർ എന്ന പേരിൽ ഞങ്ങളുടെ സ്കൂളിൽ നടക്കുന്ന ഈ നാടക ക്യാമ്പ് 3 വർഷത്തെ ഒരു പ്രോജക്റ്റാണ്. അതിനായി ജില്ലാ പഞ്ചായത്തിൽ നിന്നും ഞങ്ങളുടെ സ്കൂളിനെ തിരഞ്ഞെടുത്തതിൽ ഞങ്ങൾ അതീവ സന്തുഷ്ടരാണ്. ഈ കൂടി നിൽക്കുന്ന കുഞ്ഞുങ്ങളുടെ മുഖത്തെ സന്തോഷം തന്നെ ഈ പദ്ധതിയുടെ വിജയത്തിൻ്റെ ഒരു തെളിവാണ്. പഠനത്തോടൊപ്പം തന്നെ പാഠ്യേതര പ്രവർത്തനങ്ങളിലും കുട്ടികൾ ഉയർന്നു വരേണ്ടത് ഈ കാലഘട്ടത്തിൻ്റെ ഒരു ആവശ്യമാണ്. പല തരത്തിലും വഴിതെറ്റിപ്പോകാനുള്ള അനവധി സാഹചര്യങ്ങൾ നിലനിൽക്കുന്ന നമ്മുടെ സമൂഹത്തിൽ കുട്ടികളുടെ സർഗാത്മക ശേഷിയും മറ്റും വികസിപ്പിക്കുക വഴി അതിന് ഒരു തടയിടുന്നതിനു കൂടി ഈ പദ്ധതി വഴിയൊരുക്കും എന്ന് ഞങ്ങൾ പ്രത്യാശിക്കുകയാണ്. അതിനായി ഞങ്ങളുടെ വിദ്യാലയം തിരഞ്ഞെടുക്കപ്പെട്ടതിൽ അങ്ങേയറ്റം സന്തുഷ്ടരാണ്. നമസ്തേ, ഞാൻ KV ഗണേഷ്, തൃശ്ശൂർ രംഗചേതനയുടെ ആർട്ടിസ്റ്റിക് ഡയറക്ടറാണ്. തൃശ്ശൂർ ജില്ലാ പഞ്ചായത്തിൻ്റെ തനതായിട്ടുള്ളൊരു പ്രോജക്റ്റാണ് ലിറ്റിൽ തിയേറ്റർ, സമേതം ലിറ്റിൽ തിയേറ്റർ എന്ന് പറയുന്ന പ്രോജക്റ്റ്. കുട്ടികളുടെ നാടകവേദിയിലൂടെ വിവിധ വിഭാഗത്തിൽപ്പെട്ട സ്കൂളുകളിലൊക്കെ തന്നെ ഉള്ള കുട്ടികളെ അവരെ കൂടുതൽ സമൂഹത്തിൻ്റെ മുന്നോട്ട് വരാൻ പറ്റുന്ന വിധത്തിൽ അവരുടെ വിദ്യാഭ്യാസ കാര്യത്തിലും അവരുടെ വ്യക്തിത്വ വികാസത്തിലും ഒക്കെ ഉണർവുണ്ടാക്കാൻ പറ്റുന്ന വിധത്തിലേക്ക് ഗെയിമുകളിലൂടെ, കളികളിലൂടെ, തിയേറ്ററിൻ്റെ സാധ്യത ഉപയോഗിച്ചുകൊണ്ട് അവരെ ഉണർത്തിക്കൊണ്ടുവരാനായിട്ടുള്ളൊരു പ്രോജക്റ്റാണ് തൃശ്ശൂർ ജില്ലാ പഞ്ചായത്തിൻ്റെ സമേതം ലിറ്റിൽ തിയേറ്റർ.
തൃശൂർ തിരുഹൃദയ റോമൻ കാത്തലിക് ലത്തീൻ പള്ളിയിൽ ഫെബ്രുവരി 21, 22, 23 തീയതികളിൽ ക്രിസ്തുരാജന്റെയും വിശുദ്ധ സെബസ്റ്റ്യാനോസിന്റെയും സംയുക്ത തിരുനാൾ ആഘോഷിക്കുന്നു. റവറൻഡ് ഫാദർ ജോസഫ് ജോഷി മുട്ടിക്കൽ തിരുനാൾ കൊടിയേറ്റം നിർവഹിച്ചു. സഹവികാരിമാരായ ഫാദർ മിഥിൻ ടൈറ്റസ് പുളിക്കത്തറ, ഫാദർ അനീഷ് ജോസഫ് പുത്തൻപറമ്പിൽ, തിരുനാൾ ജനറൽ കൺവീനർ രാജീവ് ജോസഫ്, പാരിഷ് കൌൺസിൽ സെക്രട്ടറി ബ്രിസ്റ്റോ തൈപ്പാടത്ത്, കേന്ദ്രസമിതി പ്രസിഡന്റ് ബിന്നി ചക്കാലയ്ക്കൽ, സെക്രട്ടറി ഷാരോൺ, കൈക്കാരന്മാരായ മൈക്കിൾ നോറോണ, റോമി തോമസ് എന്നിവർ പങ്കെടുത്തു. ശനിയാഴ്ച ദിവ്യബലിക്ക് ശേഷം വീടുകളിലേക്ക് അമ്പെഴുന്നള്ളിപ്പും രാത്രി ആഘോഷപൂർവ്വം പ്രദക്ഷിണമായി പള്ളിയിലും എത്തിച്ചേരും. ഞായറാഴ്ച ക്രിസ്തുരാജ തിരുനാൾ രാവിലെ 8-ന് ആഘോഷമായി ദിവ്യബലിക്ക് കോട്ടപ്പുറം രൂപത ചാൻസലർ ഫാദർ ഷാബു കുന്നത്തൂർ കാർമ്മികനാകും. പ്രദക്ഷിണവും രാത്രി 7:30-ന് ഗാനമേളയും നടക്കും. സംസ്ഥാന സർക്കാരിനു കീഴിൽ താൽക്കാലിക ഒഴിവുകളിലേക്ക് നിയമനമുണ്ട്. തൃശൂരിലെ പുത്തൂരിൽ പണി പൂർത്തിയായി വരുന്ന സുവോളജിക്കൽ പാർക്കിലേക്ക് കരാറടിസ്ഥാനത്തിലുള്ള നിയമനത്തിന് അപേക്ഷകൾ ക്ഷണിച്ചിരിക്കുന്നു. വിശദവിവരവും അപേക്ഷാ ഫോമും കേരള വനം വകുപ്പിന്റെ www.forest.kerala.gov.in എന്ന വെബ്സൈറ്റിൽ പ്രസിദ്ധീകരിച്ചിട്ടുണ്ട്. മാർച്ച് 7 വരെ അപേക്ഷകൾ സ്വീകരിക്കുന്നു. ഫോൺ നമ്പർ 9447979176. മറ്റൊരിടവേള. ആതുര ശുശ്രൂഷ രംഗത്ത് 4 നൂറ്റാണ്ടായി മഹനീയ സേവനം കാഴ്ചവെച്ച് വിലങ്ങന്നൂർ സെന്ററിൽ പ്രവർത്തിക്കുന്ന പനക്കൽ ആയുർവേദ ഫാർമസിയുടെ നവീകരിച്ച ആയുർവേദ ക്ലിനിക് ഇപ്പോൾ തുറന്നു പ്രവർത്തിക്കുന്നു. തിങ്കൾ, വെള്ളി ദിവസങ്ങളിൽ വൈകിട്ട് 3 മുതൽ 6 വരെ ഡോക്ടർ വിനയ ജിബിൻ പനക്കൽ രോഗികളെ പരിശോധിക്കുന്നു. സ്ത്രീകൾക്കായി പ്രത്യേക പരിശോധനാ സംവിധാനം, ഏത് രോഗത്തിനും പ്രതിവിധി. പനക്കൽ ആയുർവേദ ഫാർമസി, വിലങ്ങന്നൂർ. ഫോൺ നമ്പർ 9495225992. ചേരും നേരം ഇന്നും കണ്ണിൽ മിന്നും നീയും കാലം നമ്മിൽ ഒന്നായി മാറി ഓരോ നാടും നീ എൻ സ്വന്തം. SRK Gold and Diamonds, കാളത്തോട്, തൃശൂർ. Making every celebration sparkle. അറിഞ്ഞില്ലേ, നമ്മുടെ SBS ഗോൾഡിൽ ഹോൾസെയിൽ വിലയിലും കുറഞ്ഞ ഉൽപാദന വില മാത്രം. സാധാരണക്കാർക്ക് ഡിസ്കൗണ്ടും ഓഫറും. സ്വർണം, വെള്ളി ആഭരണങ്ങൾ, വെഡിംഗ് ആഭരണങ്ങൾ, HUD ഹോൾമാർക്ക് 100% 916 ആഭരണങ്ങൾ നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് ഏറ്റവും കുറഞ്ഞ പണിക്കൂലിയിൽ ഓർഡർ പ്രകാരം നിർമ്മിച്ചു നൽകുന്നു. SBS ഗോൾഡ് എന്നും സാധാരണക്കാർക്കൊപ്പം. അപ്പോൾ എങ്ങനെയാ SBS ഗോൾഡിലേക്ക് പോയാലോ? പഴയ സ്വർണം മാറ്റി പുതിയതാക്കുമ്പോൾ പഴയ സ്വർണത്തിന് പൈസ കുറയുന്നുണ്ടോ? ആ പേടിയും വേണ്ട. എല്ലാ ഞായറാഴ്ചയും തുറന്നു പ്രവർത്തിക്കുന്നു. SBS ഗോൾഡ് ജ്വല്ലേഴ്സ്, ഇളംതുരുത്തി. വാർത്തകൾ തുടരുന്നു. കൽപ്പണയുടെ മറവിൽ അതിഥി തൊഴിലാളികൾക്ക് കഞ്ചാവ് വിൽപ്പന നടത്തിയ പ്രതി അറസ്റ്റിൽ. വെസ്റ്റ് ബംഗാൾ മുർഷിദാബാദ് സ്വദേശി ലാൽ ടു എന്നയാളെയാണ് വാടാനപ്പള്ളി പോലീസ് സ്റ്റേഷൻ ഇൻസ്പെക്ടർ ബിനു BS, സബ് ഇൻസ്പെക്ടർ മുഹമ്മദ് റാഫി, സിവിൽ പോലീസ് ഓഫീസർ അലി, ഗ്രേഡ് സീനിയർ സിവിൽ പോലീസ് ഓഫീസർമാരായ ഫിറോസ്, അരുൺ, ഡ്രൈവർ സിവിൽ പോലീസ് ഓഫീസർ ഷിജിത്, സ്പെഷ്യൽ ബ്രാഞ്ച് ഫീൽഡ് ഓഫീസർ സുനീഷ് എന്നിവർ ചേർന്ന് അറസ്റ്റ് ചെയ്തത്. ചിലങ്ക സെന്ററിനു സമീപം നിന്നിരുന്ന ലാൽട്ടുവിനെ സംശയം തോന്നി പരിശോധിച്ചതിലെന്നാണ് കഞ്ചാവ് പിടിച്ചെടുത്തത്. കൽപ്പണി തൊഴിലാളിയായ ഇയാൾ വാടാനപ്പള്ളി ഭാഗത്തുള്ള ഇതര സംസ്ഥാന തൊഴിലാളികൾക്ക് കഞ്ചാവ് വിൽപ്പന നടത്തുന്നതിനാണ് ചിലങ്ക ഭാഗത്ത് വന്നത്. ഇയാൾക്ക് കഞ്ചാവ് എത്തിച്ചു കൊടുക്കുന്നവരെക്കുറിച്ച് അന്വേഷിക്കുന്നു. SPC 3ാം ബാച്ചിന്റെ പാസിംഗ് ഔട്ട് പരേഡ് പ്രൗഢഗംഭീരമായി സ്കൂൾ ഗ്രൗണ്ടിൽ വെച്ച് നടന്നു. തൃശൂർ കോർപ്പറേഷൻ ഡെപ്യൂട്ടി മേയർ ML റോസി മുഖ്യാതിഥിയായി കേഡറ്റുകളുടെ സല്യൂട്ട് സ്വീകരിച്ചു. SPC ജില്ലാ നോഡൽ ഓഫീസറും തൃശൂർ സിറ്റി അഡീഷണൽ SPയുമായ KA ശശിധരൻ, മണ്ണുത്തി പോലീസ് സ്റ്റേഷൻ SHO ഷമീർ MK, മണ്ണുത്തി SI ബൈജു KC, അഡ്നോ ഒല്ലൂർ സബ് ഡിവിഷൻ ജയൻ TG, SPC തൃശൂർ സിറ്റി ചാർജ് ഓഫീസർ ജയപ്രകാശ് എന്നിവർ പങ്കെടുത്തു. PTA പ്രസിഡന്റുമാർ, മണ്ണുത്തി പോലീസ് സ്റ്റേഷനിലെ ഉദ്യോഗസ്ഥർ, കമ്മ്യൂണിറ്റി പോലീസ് ഓഫീസർമാർ, ഇൻസ്ട്രക്ടർമാർ എന്നിവർ പങ്കെടുത്തു. പരേഡ് കമാൻഡർ കുമാരി ഗൗരി കെ പ്രകാശ്, സെക്കൻഡ് കമാൻഡർ മാസ്റ്റർ ഡാനിയൽ പുത്തൻപുരയ്ക്കൽ എന്നിവർക്കും 1ാമത്തെ പ്ലട്ടൂൺ ലീഡർ കുമാരി ശ്രീനന്ദ MS, 2ാമത്തെ പ്ലട്ടൂൺ ലീഡർ
മാസ്റ്റർ അഭിഷേക് കെയ്സിനും ഡ്രിൽ ഇൻസ്ട്രക്ടർമാർക്കും തൃശൂർ കോർപ്പറേഷൻ ഡെപ്യൂട്ടി മേയർ മെമന്റോ വിതരണം ചെയ്തു. ഞാൻ ഉത്തരവാദിത്വ ബോധവും സാമൂഹ്യ പ്രതിബദ്ധതയും സഹജീവി സ്നേഹവും പ്രകൃതി സ്നേഹവുമുള്ള ഉത്തമ പൗരനായി ജീവിക്കുമെന്നും പ്രഖ്യാപിത നിയമവ്യവസ്ഥയിൽ അടിയുറച്ചു നിന്നുകൊണ്ട് തന്നെ അക്രമത്തിനും ഉത്രാളിക്കാവ് മഹോത്സവത്തിന്റെ സാമ്പിൾ വെടിക്കെട്ട് നാളെ രാവിലെ വിശേഷാൽ പൂജകൾക്കു ശേഷം പൂരം പങ്കാളിത്ത ദേശങ്ങളായ എങ്കക്കാട്, കുമരനെല്ലൂർ, വടക്കാഞ്ചേരിയുടെ നേതൃത്വത്തിൽ വൈകിട്ട് 5 മുതൽ കലാമണ്ഡലം ശിവദാസൻ മാരാരും സംഘവും അവതരിപ്പിക്കുന്ന പൂരപ്രേമികളുടെ മനം കുളിർക്കുന്ന ആൽത്തറമേളം അരങ്ങേറും. രാത്രി 7:30 എങ്കക്കാട് ദേശത്തിന്റെ സാമ്പിൾ വെടിക്കെട്ടും ഉത്രാളിക്കാവ് പാടത്ത് വിസ്മയം തീർക്കും. പൈതൃക തനിമ വിളിച്ചോതുന്ന ഉത്രാളിക്കാവ് പൂരം 25-നാണ് ആഘോഷിക്കുന്നത്. വെടിക്കെട്ടിന് ഹൈക്കോടതി അനുമതി ലഭിച്ചതോടെ തട്ടകദേശങ്ങൾ ആഹ്ലാദത്തിലാണ്. പങ്കാളിത്ത ദേശങ്ങളായ എങ്കക്കാട്, കുമരനെല്ലൂർ, വടക്കാഞ്ചേരി പ്രസിഡന്റുമാർ സമർപ്പിച്ച ഹർജിയിലാണ് അനുമതി ലഭിച്ചത്. ജില്ലാ ഭരണകൂടം നിരസിച്ചതിനെ തുടർന്ന് ദേശം ഭാരവാഹികൾ ഹൈക്കോടതിയെ സമീപിച്ചു. പൂരം ദിവസമായ 25-ന് രാത്രി 8-ന് കുമരനെല്ലൂർ ദേശവും 26-ന് പുലർച്ചെ വടക്കാഞ്ചേരി ദേശവും കരിമരുന്ന് പ്രയോഗം നടത്തും. പ്രധാന വാർത്തകൾ വീണ്ടും. മുക്കാട്ടുകര ഗവൺമെന്റ് LP സ്കൂൾ ശതാബ്ദി ആഘോഷങ്ങളുടെ ഉദ്ഘാടനം റവന്യൂ മന്ത്രി കെ രാജൻ നിർവഹിച്ചു. ചാലക്കുടി ഉപജില്ലാ വിദ്യാഭ്യാസ ഓഫീസ് സമുച്ചയം മന്ത്രി കെ രാജൻ ഉദ്ഘാടനം ചെയ്തു. ഫലപ്രദമായ അധ്യാപനം തന്നെയാണ് പ്രബോധനമെന്ന് പാണക്കാട് സയ്യിദ് ഹമീദ് അലി ശിഹാബ് തങ്ങൾ. തൃക്കൂർ പഞ്ചായത്ത് 10-ാം വാർഡിലെ ആയുഷ്മാൻ ആരോഗ്യ മന്ദിരം MLA കെ രാമചന്ദ്രൻ ഉദ്ഘാടനം ചെയ്തു. ഈ ബുള്ളറ്റിൻ സമാപിക്കുന്നു. നമസ്കാരം. ഇന്നത്തെ പ്രധാന വാർത്തകൾ നിങ്ങൾക്കായി സമർപ്പിച്ചത് ലാലീസ് ഹൈപ്പർ മാർക്കറ്റ്, ലാലീസ് മാൾ, പട്ടിക്കാട് സെന്റർ, തൃശൂർ.